ലിങ്കിന്റെ ടോപ്പോ C200 എന്ന് പറയുന്ന ഒരു ക്യാമറയാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ ക്യാമറ ഈ ഭാഗം ജസ്റ്റ് ഇങ്ങനെ മേലോട്ടൊന്ന് പൊക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് SD കാർഡ് ഇടാൻ സ്ലോട്ട് കിട്ടും. അതിൽ SD കാർഡ് ഇട്ടും അതിൽ നമുക്കിത് ഇപ്പോൾ ഓപ്പൺ ആക്കാം. ഇപ്പൊ നമ്മളെ ക്യാമറ ഓൺ ആയിട്ടുണ്ട്. ഓൺ ആയി ഇപ്പൊ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും റെഡ് ഹായ് ഹലോ എല്ലാ ചങ്ങൾക്കും പുതിയ വീഡിയോ ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ക്യാമറയാണ് ടിപ്പി ലിങ്കിന്റെ ടോപ്പോ C200 എന്ന് പറയുന്ന ഒരു ക്യാമറയാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. വീഡിയോക്ക് പോകുമ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ എൻ്റെ അടുത്ത് ബെല്ലൈക്കൻ ആളാക്കിയിരുന്ന് മറക്കണം. എന്നാലും ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അവസരം മറക്കണ്ടി ലൈക്ക് ചെയ്യുന്ന മറന്നു. നിങ്ങൾ ലൈക്ക് തന്നെ കാണുക. നിങ്ങളെ ഷെയറും കമന്റ് സബ്സ്ക്രൈബ് ആക്കാനും നമുക്ക് അടുത്ത വീഡിയോ ചെയ്ത് പോകാനുള്ള പ്രചോദനം. അപ്പൊ വീട്ടിൽ നമ്മൾ നേരെ വീഡിയോയ്ക്ക് പോകണം. അപ്പൊ ടിപ്പി ലിങ്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. ഈ ക്യാമറയിലൊക്കെ പണി ചെയ്യുന്നവർക്കും അതിനൊക്കെ ഒരുവിധം ഇന്റർനെറ്റിന്റെ പണിയൊക്കെ അറിയാവുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. ടിപ്പി ലിങ്കിന്റെ വൈഫൈ സ്വിച്ച് അതിനൊക്കെ റൗട്ടറൊക്കെ ഉള്ള നല്ല ഒരു കമ്പനിയാണ്. അപ്പൊ അതിന്റെ അടിപൊളിയായിട്ടുള്ള ക്യാമറയെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. Tapo Pan Tilt Home Security Wi-Fi Camera Model Tapo C200 Field of View 360 degrees horizontal Video definition 1080p Full HD 1920x 1080px Audio 2-way built-in microphone and speaker Night vision 850 nanometers IR LED up to 30 feet Wireless protocols IEEE 802.11 B per gram N 2.4 GHz Adapter input 100-240 V 50/60ths of a hertz 0.3A Adapter output 9.0 volts 0.6A DC power charger അത് കണക്ക് തന്നെ ഇതിന്റെ നമ്മൾ ഇത് കണക്ട് ചെയ്ത സീലിങ്ങിലൊക്കെ ഫിറ്റ് ചെയ്യാനുള്ള അതിന്റെ ഒരു ക്ലിപ്പ് അത് ഇവിടെ വെച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് വലത്തോട്ട് കറക്കി കൊടുത്തു കഴിഞ്ഞാൽ ക്ലിപ്പ് ആവും. നമുക്ക് അതിലോട്ട് ഡബിൾ ടേപ്പ് കൊണ്ട് നമുക്ക് ഇതിൽ സ്ക്രൂ അടിക്കാൻ പറ്റും. നമ്മൾ ഡബിൾ ടേപ്പ് ഇട്ടുണ്ടെങ്കിൽ ടേബിളൊക്കെ ഇങ്ങനെ ഒട്ടിച്ചു വയ്ക്കാം. സീലിംഗിൽ വേണമെന്നുണ്ടെങ്കിൽ ഒട്ടിച്ചു വയ്ക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്രൂ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡാണ് അതിന്റെ കൂടെ കിട്ടിയേക്കുന്നത്. ഈ കാണുന്നതാണ് നമ്മളെ ക്യാമറ. ഈ ക്യാമറയിൽ നമുക്ക് മെമ്മറി കാർഡ് ഇട്ട് SD കാർഡ് ഇട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് ഈ ക്യാമറ ഈ ഭാഗം ജസ്റ്റ് ഇങ്ങനെ മേലോട്ടൊന്ന് പൊക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് SD കാർഡ് ഇടാൻ സ്ലോട്ട് കിട്ടും. അതിൽ SD കാർഡ് ഇട്ടും അതിൽ റെക്കോർഡിങ് ആവുന്നതാണ്. ഇനി നമുക്ക് ഇതൊന്ന് പവർ എടുത്ത് ഓൺ ആക്കാം. അതിനുശേഷം അതിനായിട്ട് പവർ എടുത്ത് ഓൺ ആക്കുന്ന മുമ്പേ നമുക്ക് ഇതിന്റെ ഇത് QR സ്കാനിങ് കാര്യങ്ങളൊന്നുമില്ല. ഇതിന്റെ ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. നമുക്ക് മൊബൈൽ എടുത്തതിന് ശേഷം നമുക്ക് ഇതിന്റെ ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. പ്ലേ സ്റ്റോറിൽ പോയ ശേഷം നിങ്ങൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഈ ലിങ്ക് ടാപ്പോ എന്നുള്ള ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിപ്പോൾ ആപ്പ് ഓപ്പൺ ആക്കാൻ പോവുകയാണ്. ആപ്പ് ഓപ്പൺ ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ നമ്മളതിൽ ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്യാനായിട്ട് നിങ്ങളെ ID പുതിയ നിങ്ങളെ ജിമെയിലിന്റെ പാസ്വേഡും വെച്ച് നിങ്ങൾ ലോഗിൻ ചെയ്ത് കയറി ചെയ്യാൻ മതി. അതിൻ്റെ അകത്ത് അതിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളുടെ കറക്റ്റുള്ള ജിമെയിൽ IDയും പാസ്വേഡും അതിൽ കൊടുത്താൽ മാത്രം മതി. ഫസ്റ്റ് നിങ്ങൾ പാസ്വേഡ് അടിക്കുക. അതിനുശേഷം കൺഫേം ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഓക്കെ അടിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഏത് ജിമെയിൽ IDയാണ് കൊടുത്താൽ അതിൽ ആ വെരിഫിക്കേഷൻ കോഡ് അതിൽ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ലോഗിൻ ചെയ്താൽ മതി. ഇപ്പോൾ ലോഗിൻ ആവും. ഞാൻ ഇപ്പോൾ ഓൾറെഡി ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇപ്പോൾ ഓപ്പൺ ആക്കാം. ഇപ്പം നമ്മളെ ക്യാമറ ഓൺ ആയിട്ടുണ്ട്. ഓൺ ആയി ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും റെഡും ഗ്രീനും ലൈറ്റ് ബ്ലിങ്കായി കത്തണ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമ്മളെ ക്യാമറയും മൊബൈലായിട്ട് കണക്ട് ചെയ്യണം. അതിനിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഈ ആപ്പ് ഓപ്പൺ ആക്കിയതിനു ശേഷം ഇവിടെ ഒരു പ്ലസ് ഐക്കൺ കാണാൻ പറ്റും. അതിൽ ടാപ്പ് ചെയ്യുക. എന്നിട്ട് ആൾ ഡിവൈസ് എന്ന് കാണിക്കും. അത് ടാപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മളെ ഇൻഡോർ ക്യാമറ അത് ടാപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മളെ ക്യാമറ ടാപ്പ് C200 ആണ്. നമ്മളെ ക്യാമറ ഇവിടെ ഉണ്ട്. അതിലൊന്ന് ടാപ്പ് ചെയ്ത് വിടുക. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ചതിന് ശേഷം ഈ കണക്റ്റിംഗ് ഇതേ കാണിക്കും. അപ്പോൾ അത് കണക്റ്റിംഗ് അടിക്കുക. ഇപ്പോൾ ക്യാമറ ഇവിടെ കാണാം. ക്യാമറ കണക്ട് ആയിരുന്നു. ഇപ്പോൾ ക്യാമറ നമ്മളെ കണക്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ ഓക്കെയാണ്, കണക്ട് ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ അതിലേക്ക് എഴുതി കാണിക്കും. നമ്മളെ യൂസർ നെയിമും നമ്മളെ വൈഫൈയുടെ യൂസർ നെയിമും പാസ്വേഡും കറക്റ്റ് ആണെന്ന് കാണിക്കും. കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ രണ്ടാമത് അതൊന്നുകൂടെ കാണിക്കും. അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് അടിച്ചാൽ മതി. നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിക്കുമ്പോൾ ഇപ്പോൾ ക്യാമറ നമ്മൾ കണക്റ്റ് ആവാൻ പോവുകയാണ്. ഇപ്പോൾ ക്യാമറ തന്നെ പറഞ്ഞിട്ടുണ്ട് കണക്റ്റഡ് ടു വൈഫൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു തവണ കൊണ്ട് അത് റിപ്പീറ്റ് ചെയ്ത് വരും. ഇപ്പോൾ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് കണക്റ്റഡ് ടു യുവർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ്. ഇപ്പോൾ വൈഫൈ കണക്റ്റിംഗ് എന്ന് പറഞ്ഞു. ഇപ്പോൾ 2 തവണയും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഡ്രൈവ് കണക്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ കണക്ട് ആയിട്ടുണ്ട്. ഇവിടെ എഴുതിയിട്ടുണ്ട് ടാപ്പോ ക്യാമറ 722A എന്നും പറഞ്ഞ് ഇവിടെ കറക്റ്റ് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക.
ഇനി നമ്മളുടെ ചോദിക്കും ഓഫീസിലാണോ ഹോമിലാണോ വീട്ടിലാണോ വേണ്ടതെന്നുള്ളത് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് എവിടെ വേണം അത് നിങ്ങൾ ഓഫീസിലാണെന്നുണ്ടെങ്കിൽ അവിടെ ഓക്കെ അടിച്ച് പോയാൽ മതി. അല്ലാതെ നിങ്ങൾ വീട്ടിലൊക്കെയാണ് വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റം ചെയ്യാൻ പറ്റും. നമുക്ക് ഇപ്പോൾ ഇവിടെ ബെഡ്റൂം, ഹാള്, കിച്ചൺ, ലിവിംഗ് റൂം, മെയിൻ ബെഡ്റൂം, ഓഫീസ് അതെല്ലാം കാണിക്കും. നമുക്ക് ഓഫീസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓഫീസിൽ അടിച്ചിട്ട് നെക്സ്റ്റ് അടിച്ചാൽ മതി. വീട് തന്നെ ക്ലിക്ക് ചെയ്യണം. വീട് ക്ലിക്ക് ചെയ്തതിനു ശേഷം ടാപ്പ് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് അടിക്കുകയാണ്. നെക്സ്റ്റ് അടിക്കുമ്പോൾ സൗണ്ട് ഗുഡ് എന്നും പറഞ്ഞു വരും. അപ്പോൾ അതിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ടാപ്പ് കെയർ ക്ലൗഡ് സർവീസ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അത് 30 ദിവസത്തേക്ക് ഫ്രീ ആണ്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ പൈസ പേ ചെയ്യണം. അപ്പം അതിന്റെ ആവശ്യമില്ല. നമ്മൾ ഇതിൻ്റെ അകത്ത് മെമ്മറി കാർഡ് ഇട്ടുകൊണ്ട് അതിന്റെ ആവശ്യ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഇവിടെ അറിയാം. നമ്മൾ ഇതിന്റെ ഇവിടെ പൊക്കി മേലോട്ട് പൊക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് SD കാർഡ് ഇടാനുള്ള ഒരു സ്ലോട്ട് ഉണ്ട്. ഇവിടെ നമുക്ക് ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഇവിടെ നമുക്ക് SD കാർഡ് ഇടാൻ പറ്റും. ഇതിന്റെ ഇപ്പുറത്ത് റീസെറ്റ് ബട്ടൺ ആണ്. അതിനുശേഷം നമ്മൾ സ്കിപ്പ് അടിക്കുക. വേണ്ടെങ്കിൽ നമ്മൾ സ്കിപ്പ് അടിക്കുക. സ്കിപ്പ് അടിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഡയറക്റ്റ് നമ്മളിപ്പോൾ SD കാർഡ് ഇട്ടിട്ടില്ല, ഇതിൽ മെമ്മറി കാർഡ് ഇട്ടില്ല, അതാണ് ഇങ്ങനെ കാണിക്കുന്നത്. നമ്മൾ വീണ്ടും കറക്റ്റ് നമ്മൾ ആപ്പ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ആപ്പ് ഓപ്പൺ ആയി ഇപ്പോൾ നമ്മളെ ക്യാമറ ഇപ്പോൾ വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ക്യാമറയിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിനൊക്കെയുള്ള ഇന്റർഫേസ് കിട്ടും. അതിൽ ഒന്നുകൂടെ ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്യുമ്പോൾ നമ്മളെ ക്യാമറ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇപ്പം നമ്മളെ ക്യാമറ ഇവിടെ ഓൺ ആയിട്ടുണ്ട്. അതിൽ നിങ്ങൾ ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ഇതിൽ ഫോട്ടോ എടുക്കാൻ പറ്റും. അതിനൊക്കെ നമുക്ക് സ്ക്രീൻ വലുതാക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ ഈ സ്ക്രീൻ വലുതാക്കിയാണ് ഇപ്പൊ നിങ്ങൾ സംസാരിക്കുന്നത്. അത് സ്ക്രീൻ വലുത് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്കത് ചെറുതാക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ ക്യാമറയും എന്റെ മൊബൈൽ അടുത്തിരിക്കുന്നതുകൊണ്ടാണ് ഈ സൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. ഞാൻ ക്യാമറ കുറച്ചുകൂടെ ദൂരോട്ട് വയ്ക്കാൻ പോവുകയാണ്. ഇപ്പൊ ആ സൗണ്ട് മാറിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ക്യാമറയൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് 360 തിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പാൻ ആൻഡ് ടൈറ്റിൽ അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ 4 ആരോ കാണാൻ പറ്റും. ഈ ആരയിൽ നമുക്ക് എങ്ങാട്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പൊ എങ്ങാട്ടെന്ന് വെച്ചാൽ നമ്മളെ ക്യാമറ നമുക്ക് തിരിക്കാൻ പറ്റും. ഇപ്പൊ ക്യാമറ 360 കറക്കുകയാണ്. അതിലൊക്കെ ഇങ്ങോട്ട് തിരിക്കണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് ഇപ്പൊ തിരിക്കാൻ പറ്റും. അതിലൊക്കെ ക്യാമറ ഒന്ന് മേലോട്ട് താഴോട്ട് താക്കണമെങ്കിൽ ഞാൻ ഇപ്പൊ ക്യാമറ താഴോട്ട് താക്കുന്നുണ്ട്. ഇനി മേലോട്ട് പൊക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനൊക്കെ ക്യാമറ മേലോട്ട് പൊക്കാനും പറ്റും. അപ്പൊ ഇനിയിപ്പോ നമുക്കിതിപ്പോ ഏതെങ്കിലും പോയിന്റ് കൊണ്ടൊന്ന് ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ക്യാമറ ഒന്ന് നിങ്ങളുടെ കാണാൻ ഞാൻ ഇപ്പൊ ക്യാമറ എടുത്തിട്ടുണ്ട്. ക്യാമറ ഒന്ന് പൊക്കിയ ശേഷം ആ എങ്ങാട്ടെന്ന് വെച്ചാൽ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് നമ്മളുടെ ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അത് സേവ് ചെയ്യുക. അപ്പൊ അതിപ്പോ സേവ് ആയിട്ടുണ്ട്. ഇനി വേറെ പോയിന്റ് ഇട്ട് എങ്ങോട്ടെങ്കിലും വേണമെങ്കിൽ നമുക്ക് ആ പോയിന്റിലോട്ട് ഇതിനെ കൊണ്ടുപോയിട്ട് നമുക്ക് വീണ്ടും ഇവിടെ അത് സേവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ 2 നമ്മളിവിടെ സേവ് ആയിട്ടുണ്ട്. ഇതേ കണക്ക് നമുക്ക് ഇതിനൊക്കെ ഓരോ പോയിന്റ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. എന്നിട്ട് നമ്മളിപ്പോ ഏത് പോയിന്റിലാണ് ആ പോയിന്റ് അടിച്ചു കഴിഞ്ഞാൽ ക്യാമറ ഇതിനൊക്കെ ഓട്ടോമാറ്റിക്കലി ആ ക്യാമറ ആ ഭാഗത്ത് വന്ന് ഷൂട്ട് ചെയ്യുന്നതാണ്. ഇപ്പൊ ഇപ്പുറത്തോട്ട് വേണമെങ്കിൽ ഇപ്പുറത്തെ സൈഡിലോട്ട് ഒന്ന് ഷൂട്ട് ചെയ്യുന്നതാണ്. പിന്നെ അതിനുശേഷം നമുക്ക് ഇത് പ്രൈവസി ആയിട്ട് ഇത് ഓഫ് ചെയ്ത് വെക്കാൻ പറ്റും. കണക്ക് കൂടെ കാണാം. ഞാൻ ഇപ്പൊ പ്രൈവസി ആയിട്ട് ഇപ്പൊ നമ്മളെ ക്യാമറ ഇവിടെ ഓഫ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ മൊബൈലിൽ. അതൊക്കെ നല്ലൊരു ഫീച്ചറാണ്. വീണ്ടും ഓപ്പൺ ആക്കിയിട്ടുണ്ട്. പിന്നെ അതൊക്കെ നമുക്ക് ഇത് കോൾ ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിപ്പോ ഇവിടെ വെച്ചപ്പോൾ സൗണ്ട് കൂട്ടാം, സൗണ്ട് കുറയ്ക്കാം. അതിനൊക്കെ നമുക്ക് ഇത് കോൾ ചെയ്യാം. ഇവിടെ വെച്ചിട്ട് നമുക്കിവിടെ ഇതിൽ കോൾ ചെയ്യാൻ പറ്റും. ഞാനിപ്പോ കോൾ ചെയ്യാണ്. അതിനുശേഷം നമുക്കത് വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഇപ്പൊ രാത്രിയൊക്കെ എവിടെയെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ ഈ ലൈറ്റ് LED ലൈറ്റ് വേണ്ട എന്ന് വെച്ചാൽ കള്ളന്മാരായി വന്നാൽ LED ലൈറ്റ് വിളിക്കുന്ന അവർക്ക് മനസ്സിലാവും ഇവിടെ ഇതിൽ ക്യാമറ ഉണ്ടെന്ന് മനസ്സിലാവും. അപ്പൊ നമുക്ക് ഈ ലൈറ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സെറ്റിംഗ്സ് പോയതിനു ശേഷം ഈ LED നിങ്ങൾ ഇവിടെ കാണാം. സെറ്റിംഗ്സ് പോയതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ LED നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് കാണാം അതിന്റെ LED ലൈറ്റ് ഇവിടെ ഇപ്പൊ അണഞ്ഞിട്ടുണ്ട്. അവിടെ ഇപ്പൊ LED ലൈറ്റ് ഇപ്പൊ അണഞ്ഞിരിക്കാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. LED ലൈറ്റ് അണഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഓപ്പൺ ആക്കണമെങ്കിൽ അതിൽ തന്നെ നിങ്ങൾക്കത് ഓപ്പൺ ആക്കാൻ പറ്റും. അതിനുശേഷം അലറം സെറ്റ് ചെയ്യാൻ പറ്റും. അലറം അടിക്കിപ്പിക്കാൻ പറ്റും നമ്മളെ ക്യാമറയിൽ. പിന്നെ അതായത് അതിന്റെ മോഡും കാര്യങ്ങളൊക്കെയാണ് ഈ ബാക്കിയുള്ള കേസുകളെല്ലാം ഇതിലുള്ളത്. പിന്നെ നിങ്ങൾ ഈ സൈഡിലായിട്ട് ഒരു പോയിന്റ് കാണാം. ആ പോയിന്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ക്യാമറയുടെ സ്പീഡ് നമ്മൾ കറക്കുന്ന സ്പീഡൊക്കെ നിങ്ങൾ ഇവിടെ ഇപ്പൊ 10 ഡിഗ്രി അതൊക്കെ 15 ഡിഗ്രി 5 ഡിഗ്രി അതൊക്കെ നമ്മൾ വെച്ചിട്ട് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. അപ്പൊ ഇതിന്റെ സെറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇപ്പൊ ഇതിനെ കുറിച്ചുള്ള ക്യാമറയെ കുറിച്ചുള്ള എല്ലാ കാര്യവും മനസ്സിലാന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനെടുത്ത ബെല്ലൈക്കൺ ആളാക്കിടാൻ മറക്കരുത്. ഞാൻ ചെയ്യുന്ന പുതിയൊരു വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ കാണുക. നിങ്ങൾ ലൈക്കും ഷെയറും കമന്റും നമുക്ക് അടുത്തടുത്ത വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. അപ്പൊ നല്ല വർക്കുമായിട്ട് വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ കാണാം.